രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനുമായിട്ടാണ്. സാധാരണ നമ്മൾ ഒരു റെസിപ്പിയൊക്കെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റും സാധാരണ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടി ഒരു കറിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ഒരു സമയമൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരും. ഒരുപാട് പേര് കഴിക്കുന്നതായിരിക്കും. അറിയാത്ത കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോന്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറെ ടിപ്സ് ഒക്കെ പറയും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അവലും അതുപോലെ തന്നെ പഴമാണ് ആവശ്യമായിട്ടുള്ള. ഏത് പഴം വേണം, ചെറിയ പഴം ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളതോടെ അറിയിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്നും എങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുവരാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവലാണ്. അപ്പോൾ അവൽ ഇവിടെ ഞാൻ തിന്നായിട്ടുള്ള അവിലാണ് എടുത്തത്. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മട്ട അവിലായാലോ അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള അവിലല്ല, അത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പാണ്. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാവും എന്നൊക്കെ തോന്നും. പക്ഷേ അറിയാലോ, ഇത് തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുക, എടുത്തു വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ, അവല് നമ്മളൊരു പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ അവല് ചൂടായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നിങ്ങനെ ചുരുങ്ങി വരുന്നത് പോലെ ഉണ്ടാവും അവില്. അപ്പൊ അതാണ് പാകം. അപ്പൊ വേറെ അവിലൊക്കെ ആണെങ്കിൽ ഒന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചു നോക്കിയാൽ മതി. അതാണ് അതിന്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അവല് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, പൊടിച്ച് വന്നപ്പോഴത്തേക്ക് അത്രയൊന്നും ഇല്ല. നമ്മൾ 2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും അളവിലില്ല. അപ്പൊ ഇത് പൊടിക്കുമ്പം ഒരു നല്ല നൈസായിട്ട് പൊടിക്കണ്ട കേട്ടോ. കുറച്ചൊരു തരി വരുന്ന പോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരു 3-4 തവണ പൾസ് ചെയ്ത് എടുത്താൽ മതി. അല്ലാതെ കുറേ പ്രാവശ്യം ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എത്ര കുറവാ നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവല് പൊടിച്ച് പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ അവലിന്റെ പുട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ കുറച്ച് ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ, വെള്ളം എത്തുന്ന പോലെ കുഴച്ചെടുക്കുക. പുട്ടിന്റെ നമ്മൾ സാധാരണ അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അത്ര വെള്ളം ആവശ്യമായി വരില്ല. കാരണം അവന് ഭയങ്കര നൈസാണല്ലോ, അപ്പൊ വേഗം വെള്ളം കുടിക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മള് ഈ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് വെള്ളം തളിച്ച് മിക്സിയിൽ പൾസ് ചെയ്തും വേണം എടുക്കുക. അല്ലെങ്കിൽ കുഴച്ചതിന് ശേഷം അവസാനം ഒന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട്ട പോലെയൊക്കെ ഉള്ളത് പൊടിഞ്ഞു കിട്ടും. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നല്ല പോലെ അങ്ങ് വെള്ളം കൂടിക്കഴിഞ്ഞ് ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കൊന്നും വേണ്ട. പുട്ടുപൊടി ഉണ്ടാവുമല്ലോ, പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുട്ടുപൊടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ട്രിക്ക് ഉണ്ട്. അപ്പം നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ പുട്ട് കുഴച്ച് നമ്മൾ അവിടെ വെച്ചൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അപ്പം നല്ല പൊടിയായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ സാധാരണ പുട്ടിന്റെ നോക്കൂലേ, പാകം നോക്കുന്ന പോലെ ഒന്ന് കൈ വെച്ച് അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കാൻ പറ്റണം. അതാണ് പാകം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് കുഴക്കുകയാണ്. വേണമെന്നൊന്നും ഇല്ല. ഇനി നമുക്ക് പുട്ട് നിറച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച പുട്ടിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് ആവി കയറ്റി എടുക്കാം. ഞാൻ കുക്കറിലാണ് പുട്ട് വെക്കുന്നത്. അപ്പോൾ ആവി വന്നതിന് ശേഷം ഒരു മിനിറ്റോളം നമുക്ക് ആവി കയറ്റി എടുക്കാം. ആവി വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ആവേണ്ട സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് 2 പഴം വേണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പഴം കൂട്ടി കഴിക്കണം. പഴം കൂട്ടി കഴിക്കട്ടോ, പക്ഷെ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 2 പഴമാണ് നമ്മൾ എടുക്കുന്നതൊക്കെ. നമ്മൾ എത്രയാണ് ആൾക്കാർ എന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏത് പഴം വേണേൽ എടുക്കാം കേട്ടോ. ചെറുപഴം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം.
ഇനി നമുക്ക് കട്ട് ചെയ്ത പഴം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ് കേട്ടോ. നമുക്കൊരു മിക്സിംഗ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിന് പറ്റിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. തവിയൊക്കെ വെച്ചിട്ട്, മരത്തിന് തവിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാല്, രണ്ടാം പാലില് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുത്ത പാല് ചേർക്കാം. ഇനി ഇതിലേക്ക് തിളപ്പിച്ച 1/2 കപ്പ് പശുവിൻ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് രണ്ടും തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും പശുവിൻ പാൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ലൈറ്റ് മധുരമായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ മധുരമുള്ളവർക്ക് വേണ്ടവർക്ക് അതുപോലെ ചേർക്കാം. ഇനിയിപ്പോൾ സാധാരണ പഞ്ചസാര ചേർക്കാം. സാധാരണ പഞ്ചസാരയാണെങ്കിൽ ഈ 1.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നല്ല കുറച്ചും കൂടെ മധുരം ഉണ്ടാവും കേട്ടോ. പിന്നെ ശർക്കര വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മധുരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരം, ഒരുപാട് മധുരമൊന്നുമില്ല. അപ്പം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അവൽപുട്ടിന്റെ കൂടെ കൂട്ടാൻ പാലും പഴവും റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടാണല്ലോ. അപ്പോൾ ഇത് എന്താ പറയുക, എളുപ്പം കറിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ നോമ്പ് തുറയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാൽവാഴയ്ക്ക ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ പാൽവാഴയ്ക്ക എന്ന് പറയുമ്പോൾ അത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ, വ്യത്യാസമുണ്ട്. ശരിക്കും പാല് തിളപ്പിച്ചൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഓർമ്മ വരിക എന്ന് പറയാണ്. അപ്പോൾ അതും അവിടെ റെഡിയായി. അതുപോലെ തന്നെ നമ്മളെ പഴവും അതുപോലെ തന്നെ പാലും പിന്നെ 2 പപ്പടവും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ. പപ്പടം എടുത്തുന്നുള്ളൂ, പപ്പടം വേണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഇതിപ്പം ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ. ചില ആൾക്കാർ പുട്ടൊക്കെ ഇങ്ങനെ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് മധുരമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെയൊക്കെ ഇടാം. ഇത് നല്ല പാകത്തിനുള്ള ഒരു മധുരം. എനിക്കൊക്കെ ഇത് മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റ്. ആ ഒരു അവിലിൻ്റെ പുട്ടല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശരിക്കും ആ ഒരു പഴവും അതുപോലെ തന്നെ പാലും 2 തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മൾ സാധാരണ പാലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു എന്താ പഴവും ഇതും കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ടേസ്റ്റ് നല്ലതാണ്. അത് പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ പറയുകയും വേണ്ട, നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവൽപുട്ട്. തന്നെ സൂപ്പറാണ്. പപ്പടമൊന്നും വേണമെന്നൊന്നുമില്ല. ആ ഏലക്കയുടെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.